Hello everyone, welcome back to Visual 2.0 Plus 2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ വീഡിയോ നമ്മൾ ചെയ്തു തുടങ്ങാണ്. ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എങ്ങനെ പഠിച്ചു തുടങ്ങാം, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ് ടഫ്, ഏതൊക്കെയാണ് എളുപ്പം, എങ്ങനെ ഓർഡറിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന് മുന്നേ നമ്മൾ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസ്, പ്ലസ് ടു അക്കൗണ്ടൻസി, പ്ലസ് ടു ഇക്കണോമിക്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നത് കണ്ടാൽ മതി, പോവാം. അതിൽ നിങ്ങൾക്ക് പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ, അതായത് ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. പഠിച്ചിപ്പോഴും തുടങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ എങ്കിലും നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏത് പാഠങ്ങളാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ആ ടോപ്പിക്കുകളൊക്കെ പഠിച്ചു തുടങ്ങാം. പിന്നെ നമ്മൾ ആദ്യം ഈ ഒരു ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോ ചെയ്യും. അതിനുശേഷം ഓരോ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വീഡിയോസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അവരൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ നിങ്ങളെ അതേ ഹെൽപ്പ് അവർക്കും ചെയ്തു കൊടുക്കുമല്ലോ. അതേപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്ലസ് വണ്ണിൻ്റെ വീഡിയോസ് നമ്മളിതിന് അപ്ലോഡ് ചെയ്ത് തുടങ്ങും കേട്ടോ. പ്ലസ് വണ്ണിൻ്റെ കമൻറ്റുകൾ മിസ് കാണുന്നുണ്ട്. ദെൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്ത എല്ലാവർക്കും നമുക്ക് എന്തൊക്കെയാണ് ആദ്യം തന്നെ പറയട്ടെ. നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്രിസ്മസ് എക്സാമിന് പഠിക്കാനായിട്ടുള്ളത് 9 ചാപ്റ്റേഴ്സ് ആണ്. 9 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പരീക്ഷയ്ക്കുള്ളത്. ഫസ്റ്റത്തെ ചാപ്റ്റർ മുതൽ 9ാമത്തെ ചാപ്റ്റർ വരെ ഓർഡർ പ്രകാരമാണുള്ളത്. 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. 5 മാർക്കിൻ്റെ 1-2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 3 മാർക്ക് 2 മാർക്കൊക്കെ നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബിസിനസ് സ്റ്റഡീസും എക്കണോമിക്സും പോലെ ഒന്ന് ഉണ്ടാക്കി എഴുതാനോ എക്സ്പ്ലനേഷൻ കൊടുക്കാനോ ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല. എക്സാക്റ്റ് ആയിട്ട് അത് എത്ര ഉണ്ടോ അത്ര മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. സിൻഡെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസിൽ സിൻഡെക്സുകൾ അല്ലെങ്കിൽ സ്ട്രിങ് ഫംഗ്ഷൻസ് അതിൻ്റെ ഒക്കെ സിൻഡെക്സുകൾ എഴുതി വെച്ച് നമുക്ക് ഒരുപാട് മാർക്ക് കിട്ടാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ദെൻ പിന്നീട് നമ്മൾക്ക് നോക്കി നോക്കാം. 9 പാഠങ്ങളും മിസ് ബാക്ക്വേർഡ് പോർഷനിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് 9ാം പാഠം ഏതാണ്, 8ാം പാഠം, 7ാം പാഠം, 6, 5 അങ്ങനെ ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ എപ്പോഴും പഠിക്കാറുള്ളതാണ്. ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും അതേപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പോർഷനിൽ നമ്മൾ സ്റ്റക്കായി നിന്ന് പോകും. നമുക്ക് ഇനി ബാക്കിൽ നിന്നാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കാൻ നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണപരീക്ഷ ഓൾറെഡി കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടി. നമുക്കതിൽ ഏകദേശം എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിവായിരിക്കും. ഇപ്പോഴത്തെ പുതിയ പാഠങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു അറിവും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ വെയിറ്റേജ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഇപ്പോൾ SQL, DBMS, വെബ് ഹോസ്റ്റിംഗ്, ജാവ ഇതൊക്കെ സെപ്പറേറ്റ് ആണെന്ന് വെച്ചാൽ ഇതൊന്നും കണക്ഷൻ ഇല്ലാത്തതാണ്. ഫസ്റ്റത്തെ 3 പാഠങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഫസ്റ്റത്തെ 3 പാഠങ്ങളും C++മായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്കത് ഓർഡർ പ്രകാരം 3 പാഠം അങ്ങനെ സെറ്റായി പഠിക്കാൻ നല്ലത്. C++ൻ്റെ സ്ട്രക്ചർ, ഡാറ്റ ടൈപ്സ്, പിന്നെ ഫങ്ഷൻസ്, ലൂപ്പുകൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ എല്ലാം ഫസ്റ്റത്തെ 3 പാഠത്തിൽ. പിന്നീട് വെബ് ടെക്നോളജിയും വെബ് ഡിസൈൻ യൂസിങ് HTML, അതുപോലെ തന്നെ ജാവ സ്ക്രിപ്റ്റ്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ HTML-മായി ബന്ധപ്പെട്ടതാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ HTML-നെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരു ലാംഗ്വേജ് ആണ് കേട്ടോ രണ്ടും. അപ്പോൾ ആ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആ 3 പാഠം ക്ലബ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ വെബ് ഹോസ്റ്റിങ്ങും DBMS ഒക്കെ ഒരു ബന്ധമില്ലാതെ നിൽക്കുന്ന കാര്യങ്ങൾ, അതായത് സെപ്പറേറ്റ് നമുക്ക് പഠിക്കാവുന്നതാണ്. അതേപോലെ തന്നെ SQL. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് നല്ലോണം വെയിറ്റേജ് കാണുന്നത് HTML-ൻ്റെ 2 പാഠങ്ങളാണ്. അതായത് 4ാം പാഠവും 5ാം പാഠവും. പിന്നെ 4ാം പാഠം 5ാം പാഠം കുറേ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു, ഓണപരീക്ഷയ്ക്ക് കുറേ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ഇപ്പോൾ പഠിക്കേണ്ട ബാക്ക്വേർഡ് പോർഷനിൽ നിന്നാണ് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ SQL-ൻ്റെ ചാപ്റ്റർ പഠിക്കുക, DBMS-ൻ്റെ ചാപ്റ്റർ പഠിക്കുക. ഈ DBMS-ൽ RDBMS വരുന്നുണ്ട്, ടെർമിനോളജീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ DBMS-ൻ്റെ അഡ്വാൻറ്റേജസ്. നമ്മൾ ചാപ്റ്റർ വൈസ് വീഡിയോ ഇതിൻ്റെ പിന്നാലെ ചെയ്യൂട്ടാ. ഓരോ പാഠത്തിലും നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി അത് മാത്രം, ഇപ്പം എത്രയാണുള്ളത് അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളിത് രണ്ടും നിങ്ങൾ ഈ പാഠങ്ങളും 9ാം പാഠം 8ാം പാഠം ആദ്യം പഠിക്കാം. അതിനുശേഷം നിങ്ങൾ ഏതിലേക്ക് വരിക, ഫസ്റ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. 2ാമത്തെ സെക്ഷനിലേക്ക് നിങ്ങൾ എന്ത് വരിക, നമ്മുടെ 5, 6 ഈ 2 പാഠങ്ങൾ പഠിക്കുക. HTML-ൽ നമ്മൾ കോളം വെച്ചിട്ടുള്ള, അതായത് ലിസ്റ്റുകൾ എങ്ങനെ കൊടുക്കാം, കോളം എങ്ങനെ ആഡ് ചെയ്യാം, ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ടേബിളിൻ്റെ കുറേ ടാഗുകൾ, അതിൻ്റേതായ കുറച്ച് പ്രോഗ്രാം എഴുതാം, ടേബിൾ ക്രിയേഷൻ, അതൊക്കെയാണ് ആ പാഠത്തിൽ. ആ പാഠം നിങ്ങൾ പിന്നീട് പഠിക്കുക 5, 6. അതിനുശേഷം നിങ്ങൾ നമ്മുടെ 7ാം പാഠം പഠിക്കുക, വെബ് ഹോസ്റ്റിംഗ്. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ 2-3 ടോപ്പിക്, ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിങ്ങും അതുപോലെ 2-3 ടോപ്പിക്ക് മാത്രം നമ്മൾ അതിന് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നോക്കിയാൽ 1, 2, 3, 4, 5
5 പാടപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. അതിനുശേഷം മാത്രം നമ്മൾ ഇവിടേക്ക് വന്നാൽ മതി, ഈ ലാസ്റ്റ് 4 ചാപ്റ്റേഴ്സിലേക്ക് വന്നാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3ഉം കണക്ഷനാണ്. C++ൽ മെയിനായിട്ട് നമുക്ക് ഫങ്ഷൻസുകളാണ് പഠിക്കാനുള്ളൂ. അപ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് പഠിച്ച പോലെ തന്നെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് അതിന് ഇമ്പോർട്ടൻസ് മാത്രം പഠിക്കാം. ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾ തീരെ പഠിക്കാത്തതായ പാഠങ്ങൾ, അതായത് 5, 6, 7, 8, 9 ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് ഏത് ഓർഡറിൽ പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടുക. ആദ്യം SQL പഠിക്കാം, SQL ഡാറ്റ ടൈപ്സുകൾ പഠിക്കുക, അതുപോലെ തന്നെ അതിലത്തെ ഫംഗ്ഷൻസുകൾ പഠിക്കുക, അതിലുള്ള മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പുകളും ഫംഗ്ഷൻസുകളും നോക്കുക. DBMSലേക്ക് വരുമ്പോൾ കുറച്ച് നമുക്ക് തിയറി പോലെയാണ്, അപ്പോൾ നമുക്ക് എളുപ്പമാണ് അത് പഠിക്കാം. DBMS എന്താണ്, DBMSൻ്റെ യൂസേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ തന്നെ DBMSൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത്. വേഗം കഴിയുന്ന ചാപ്റ്ററാണ്. 5ാം പാഠം 6ാം പാഠം ജാവാ സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, ഒപ്പം തന്നെ അവരുടെ ഡിഫറൻസ്, ഡൈനാമിക് വെബ് പേജ്, സ്റ്റാറ്റിക് വെബ് പേജ്, ഇതൊക്കെ സെയിം ആണ് എക്സാമിന് വരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സെയിം ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറയുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ 4ാം പാഠം കഴിഞ്ഞു. ലാസ്റ്റ് നമ്മൾ വെബ് ഹോസ്റ്റിംഗ് പഠിക്കാം. വെബ് ഹോസ്റ്റിങ്ങിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സുകൾ പഠിച്ചാൽ തന്നെ പകുതി കഴിഞ്ഞു. അപ്പോൾ ഓരോ ചാപ്റ്ററുകളും നിങ്ങൾ ഈ ഓർഡറിൽ പഠിക്കുക. നിങ്ങൾ അതിൻ്റെ വെയിറ്റേജ് കണ്ടില്ലേ? ഈ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെയും കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ ഒക്കെ വെയിറ്റേജ് ആണ്, എക്സാക്റ്റ് അല്ല. അപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് തന്നെ ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ആ പാഠത്തിലൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഓർഡറിൽ പഠിക്കുക. ഏറ്റവും ആദ്യം പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് 5, 6, 7, 8, 9 അത് ഈ ഓർഡറിൽ പഠിക്കുക. ഇതിൽ 9, 8, 5, 6, 7 ഈ ഓർഡറിൽ പഠിച്ചതിന് ശേഷം മാത്രം ഇത് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ മെയിൻ കാര്യങ്ങളാണ്. അതിനുശേഷം ഓണപരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ച 1 to 4 വരെയുള്ള പാഠങ്ങൾ, അതായത് 3 പാഠം കണക്റ്റഡ് ആൻഡ് C++, പിന്നെ HTMLൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ ഈ ഓർഡറിൽ പഠിച്ചാൽ തന്നെ നമുക്ക് രക്ഷയുള്ളൂ. നമ്മൾ ഇനി അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് വെയിറ്റേജ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓരോ ചാപ്റ്റർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളിനി ചാപ്റ്റർ ബേസ് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്കുകൾ കിട്ടും. അതിനുവേണ്ടി എല്ലാവരും സ്റ്റേ ട്യൂൺ. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.